ഹലോ ഫ്രണ്ട്സേ, എല്ലാവരും സുഖമായിരിക്കുന്നോ? സന്തോഷമായിരിക്കുന്നോ? അച്ചായൻ കണ്ണൂരാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ആ, രസകരമായ ഒരു കഥയുണ്ട്. കഥയല്ല, നടന്ന സംഭവമാണ് കേട്ടോ. എൻ്റെ അമ്മയുടെ ഒക്കെ ചെറുപ്പത്തിൽ നടന്ന ഒരു സംഭവമാണ്. മലബാറിൽ ഒരു കുടുംബത്തിൽ ഒരു അമ്മയും മകനും ഉണ്ടായിരുന്നു. അപ്പൻ ആ കുടുംബത്തെ ഉപേക്ഷിച്ച് നേരത്തെ പോയതാണ്. ഇപ്പോൾ ഒരു അമ്മയും മകനും ഉണ്ടായിരുന്നു. അപ്പം വളരെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരു കുടുംബമായിരുന്നു. വളരെ പരാധീനതയിൽ കഴിയുന്ന ഒരു കുടുംബമായിരുന്നു. ജീവിക്കാൻ ഒട്ടും മാർഗമില്ല. അങ്ങനെ കൂലിപ്പണിയൊക്കെ എടുത്ത് ജീവിക്കുന്ന ഒരു കുടുംബമായിരുന്നു ഈ അമ്മയും ഈ മകനും. മകൻ ചെറുപ്പത്തിൽ പഠിത്തം നിർത്തി. ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേനും പഠിത്തം നിർത്തി. മകനും ഈ അമ്മയുടെ കൂട്ടത്തിൽ ചെറിയ പണിക്കൊക്കെ പോകാൻ തുടങ്ങി. അങ്ങനെ 1-2 പ്രാവശ്യം ഈ മകൻ അടുത്ത സ്ഥലങ്ങളിൽ നിന്നും വാഴക്കൊലയും അതുപോലുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ മോഷ്ടിച്ച് വീട്ടിൽ കൊണ്ടുവരുമായിരുന്നു. അന്ന് ഈ അമ്മ ഒന്നും മിണ്ടിയില്ല. കുഴപ്പമില്ല, കിട്ടിയല്ലോ, എന്തായാലും സംഗതി ഉഷാറായി എന്നൊരു വാക്ക് ഈ അമ്മയുടെ അടുത്തുനിന്ന്, ഒരു സപ്പോർട്ട് ഈ അമ്മയുടെ അടുത്തുനിന്ന് കിട്ടി. മകൻ പരിപാടികൾ വീണ്ടും തുടർന്നു. വലിയതായ രീതിയിൽ കളവുകൾ ചെയ്യാൻ തുടങ്ങി. 1-2 വലിയ കേസുകളിൽ പിടിക്കപ്പെട്ടു. പിന്നെ തെളിവുകളുടെ അഭാവത്തിലൊക്കെ മകനെ വിട്ടയച്ചു. അതിനുശേഷം ഈ മകൻ ഒരു വലിയ കളവ് ചെയ്തു. ഒരു വീട്ടിൽ നിന്ന് അന്നത്തെ കാലത്ത്, അന്നത്തെ സമയത്ത്, അമ്മയുടെയൊക്കെ ചെറുപ്പ സമയത്ത് ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് അടുത്ത്, 1 ലക്ഷം രൂപ കൂടുതലുള്ള ഒരു സ്വർണ്ണ സാമഗ്രികൾ ഈ വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റി കട്ട് വീട്ടിൽ കൊണ്ടുവന്നു. അമ്മയും മകനും കൂടെ അത് ഒളിപ്പിച്ച് പോലീസുകാർ വന്നു. അന്വേഷണം ആരംഭിച്ചു. വളരെ യാദൃശ്ചികവശാല് ഈ മകനെ പിടിക്കപ്പെട്ടു. കൈക്ക് വിലങ്ങ് വീണ് മകനെ, അന്നൊക്കെ ജാമ്യം എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മകനെ ഡയറക്റ്റ് ജയിലിലേക്ക് കൊണ്ടുപോവുക. അപ്പം മകനോട് ചോദിച്ചു. മകൻ പറഞ്ഞു, പോലീസുകാരെല്ലാവരും ഉണ്ട്, ജനങ്ങളെല്ലാം, അന്നത്തെ കാലത്ത് ജനങ്ങളെല്ലാം കൂടി, എല്ലാവരും ഇങ്ങനെ പറഞ്ഞറിഞ്ഞ് എല്ലാവരും വന്നു കൂടി. അപ്പൊ ഇവനെ കണ്ടു, നാണം കെട്ടു, വളരെ മോശമായ രീതിയിൽ പ്രഖ്യാപിച്ചു. ഇവനെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഇവൻ പറഞ്ഞു, എനിക്ക് അമ്മയോട് ഒരു സ്വകാര്യം പറയാനുണ്ട്, എൻ്റെ അമ്മയോട് എനിക്കൊരു സ്വകാര്യം പറയാനുണ്ട്. അപ്പൊ എല്ലാവരും ചോദിച്ചു, എന്താ കാര്യം എന്തെന്ന് ചോദിച്ചു. അപ്പം പോലീസുകാർ ചോദിച്ചു. അവൻ പറഞ്ഞു, എനിക്ക് അമ്മയോട് മാത്രമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്, എൻ്റെ അമ്മയോട് എനിക്ക് പറയേണ്ട കാര്യമാണ്. അപ്പൊ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. കൈക്ക് വിലങ്ങ് വെച്ചേക്കോ, പുറകിലിട്ട് വിലങ്ങ് വെച്ചേക്കോ, കാരണം ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പാടില്ല. അതുപോലത്തെ വളരെ കുറ്റകരമായിട്ടുള്ള ഒരു കാര്യം ചെയ്തേ. അമ്മ ചോദിച്ചു, എന്താ മോനെ പറയാനുള്ള, പറ എന്ന് പറഞ്ഞു. മകൻ പതുക്കെ അമ്മയുടെ അടുത്ത് ചെന്നു. അമ്മ ചെവി കിട്ടു. അമ്മയുടെ ചെവിയിലാണ് എനിക്ക് പറയേണ്ട സ്വകാര്യമാണോ. ചെവി അടുത്ത് കൊണ്ടുവന്നു. മകൻ ചെവി കടിച്ചിങ്ങ് പറിച്ചു. അമ്മയുടെ ചെവി ഇവിടെ വെച്ച് മൊത്തമായിട്ട് കടിച്ചു മകൻ ഇങ്ങ് പറിച്ചു. ഒറ്റ കടിക്ക് അവൻ ചെവി വായിലാക്കി. പെട്ടെന്ന് പോലീസുകാരെല്ലാം ഓടി വന്ന് ഇവനെ പിടിച്ചു. സംഗതി എല്ലാം ഇതായി. അമ്മയുടെ ചെവി മുറിഞ്ഞ് ഇവന്റെ വായിലാവുള്ള. ഇവനത് തുപ്പിക്കളഞ്ഞിട്ട് പറഞ്ഞു, അമ്മ, അന്ന് ഞാൻ ചെയ്ത തെറ്റിന് ആദ്യം ഞാൻ ഈ വാഴക്കൊലയും കാര്യങ്ങളും ഒക്കെ വെട്ടിക്കൊണ്ട് വരുമ്പം എനിക്ക് ഒരടി എന്റെ ചന്തിക്ക് തന്നിട്ട്, മകനെ ഇനി വീണ്ടും ഇത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനിത് ചെയ്യില്ലായിരുന്നു. അന്ന് എനിക്ക് അറിവില്ലായ്മ കൊണ്ട് എനിക്ക് പറ്റിപ്പോയൊരു തെറ്റായത്. അന്ന് അമ്മ എനിക്കൊരു ചെറിയ അടി തന്നിട്ട് എന്നോട് പറയുക, മകൻ ഇനി ഇത് വീണ്ടും ആവർത്തിക്കരുത് എന്ന് പറയുമായിരുന്നെങ്കിൽ ഞാനത് ചെയ്യില്ലായിരുന്നു. അമ്മ എനിക്ക് വളം വെച്ച് തന്നിട്ടാണ് ഞാൻ ഇത്രയും വലിയൊരു കള്ളനായത്. അപ്പൊ അമ്മയ്ക്കുള്ള സമ്മാനം മകൻ കൊടുത്തതാണ് അവസാനമായിട്ട് പോകുമ്പോൾ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഒരു മക്കള് നമ്മുടെ കുടുംബത്തിലുണ്ടെന്ന് ഇന്ന് ഞാൻ പറഞ്ഞില്ല, ഈ മൊബൈൽ എന്നൊക്കെ പറഞ്ഞ ഇരുതല്ല മൂർച്ചയുള്ള വാളാണ്. അതിനെ കഴിഞ്ഞും ശക്തിയായത്. അപ്പൊ ഇത് നമ്മുടെ മക്കള് വീട്ടിലുണ്ടെന്നൊരിക്കൽ ഒരു പരിധി വരെ മക്കൾ ആരുടെയെങ്കിലും ഒക്കെ സഹായത്തിൽ ജീവിക്കണം. ഒന്നേലെ കെട്ടിയോന്റെ, പെൺമക്കളാണെങ്കിൽ കെട്ടിയോന്റെ, ആമക്കളാണെന്നൊരിക്കൽ മാതാപിതാക്കളുടെ സഹായത്തില് കുറെയൊക്കെ അവരുമായിട്ട് ആലോചിച്ച്. കാരണം എന്തൊക്കെ ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ അറിവുകളുണ്ടെന്ന് പറഞ്ഞാൽ ഈ കാരണവന്മാർക്ക് ഒരു പഴയ രീതിയിലുള്ള ഒരു അറിവുണ്ട്. ആ അറിവെല്ലാം സത്യാവസ്ഥയിലുള്ള അറിവുകളാണ്. ഇപ്പൊ ഞാൻ ഈ കഥയിൽ പറഞ്ഞ അമ്മേനെ പോലെ ആകരുത് കേട്ടോ. കഥയല്ല, ഈ സംഭവത്തിൽ നടന്ന ഈ അമ്മേനെ പോലെ ആകരുത്.
അതുപോലെ തന്നെ മറിച്ച് എല്ലാ കാരണവന്മാരും ഇന്ന് ചിന്തിക്കുന്നത് പലരെയും കണ്ടാ പഠിക്കുന്നത്. അത് ഓരോരുത്തരുടെ ജീവിതം കണ്ടാണ് പഠിക്കുന്നത്. അപ്പൊ നമ്മൾ അതുപോലെയുള്ള കാരണവന്മാരുടെ ശിക്ഷണത്തിൽ വേണം വളരെ. മക്കൾ എന്ത് ചെയ്യുന്നു, മൊബൈൽ എടുത്തിട്ട് മക്കൾ ഒരു കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് വരില്ല, അത് എന്താണ് ചെയ്യുന്നത്, എന്തിനെ കുറിച്ചാണ്. ഇന്നിപ്പോ പല വ്യക്തികളും പല മക്കളും പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ മക്കളൊക്കെ എന്ന് പറഞ്ഞാൽ ഗെയിമിന് അഡിക്റ്റ് ആണ്. ഗെയിം കളിച്ച് തലച്ചോറ് ബ്രെയിനിന് വരെ കംപ്ലൈന്റ് ആവും, കണ്ണ് പോവും, തലച്ചോറ് പോവും. ഗെയിമിന് അഡിക്റ്റ് ആണ്. കാരണം ഒരു കാരണവന്മാരും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കേൾക്കൂല മക്കള്. മൊബൈൽ എടുക്കല് മക്കളെ, നിങ്ങൾ പഠിക്കണം, അത്യാവശ്യത്തേക്ക് വേണ്ടിയിട്ട് മാത്രം ഗൂഗിളിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യാനോ പഠനത്തെക്കുറിച്ച് എന്തെങ്കിലും സെർച്ചിങ്ങിന് മാത്രം മൊബൈൽ എടുക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ കേൾക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അങ്ങനെ കേൾക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വരുമ്പോഴാണ് ഇപ്പൊ നമുക്ക് ഈ ഷിംജിദിനെ കുറിച്ച് നമുക്ക് ആലോചിക്കേണ്ടി വരുന്നത്. കാരണം അന്ന് ഷിംജിദൊക്കെ ദുബൈയിലൊക്കെ പോയി പല രീതിയിലും വൈറലാകാൻ വേണ്ടിയിട്ട് പല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട്. കാരണം ഏതോ ഒരു ലോറി ഡ്രൈവർ അങ്ങാണ്ട് പിന്നെ റോഡിൽ തുപ്പിയതിനെ ചോദ്യം ചെയ്തതിനെ കുറിച്ച് ആരോ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല, ഇങ്ങനെ ഒരു പോസ്റ്റ് വന്നതിൽ ഞാൻ ഇങ്ങനെ വായിച്ചതാണ്. അപ്പോൾ റോഡിൽ തുപ്പിയതിനെ കുറിച്ച് ഇവള് വളരെ മോശമായിട്ട് അയാളെ ചിത്രീകരിക്കുകയും അതുപോലെ തന്നെ അയാളുടെ പുറകെ കുറെ പോസ്റ്റുകൾ ഇട്ടു എന്നൊക്കെയാ പറയുന്നതായിരുന്നു. കാരണം വൈറലാകാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള പരിപാടികളും നടത്തി. എന്നിട്ട് എങ്ങും ആകാൻ പറ്റിയില്ല. കാരണം ഏതെങ്കിലും സെലിബ്രിറ്റി ഈ പിന്നെ ഷംജിദയുടെ കൂട്ടി നടന്നിട്ടുണ്ടാവും, സഞ്ചരിച്ചിട്ടുണ്ടാവും. അപ്പം അവരൊക്കെ കാണുമ്പം ഇവരെ ഒരു സെലിബ്രിറ്റി ആയിട്ട് എടുത്തു. ഹലോ ഹായ്, ഇത് ഇന്നയാളല്ലേ, ഞാൻ അറിയും എന്ന് പറയുമ്പം അതൊക്കെ ഒരു ആരാധനാ പാത്രമായിട്ട് ഷംജിദ കണ്ടിട്ടുണ്ടാവും അതിനെയൊക്കെ. ഇന്നിപ്പം ഒരാളുമില്ല ഇങ്ങനത്തെ സെലിബ്രിറ്റി എന്ന് പറയുന്ന ആരുമില്ല, എല്ലാവരും സെലിബ്രിറ്റിയാ. ആരുടെയൊക്കെ കയ്യിൽ മൊബൈൽ ഉണ്ടോ അവരെല്ലാം സെലിബ്രിറ്റികളാ. അത് ഇപ്പൊ നമുക്ക് ഈ ഒറ്റയ്ക്ക് ഒരു കാരണം കൊണ്ട് മനസ്സിലായില്ലേ, ആരുടെ കയ്യിലൊക്കെ മൊബൈൽ ഉണ്ടോ അവരെല്ലാവരും സെലിബ്രിറ്റികളാണെന്ന്. അത് ഷംജിദയുടെ ഒറ്റ കേസ് തൊട്ടുകൊണ്ട് നമുക്ക് മനസ്സിലായി. കാരണം എന്താണെന്ന് വെച്ചാൽ ഷംജിദയ്ക്ക് ആദ്യം അതിൻ്റെ അകത്ത് പോസ്റ്റിലൊക്കെ വരുന്നത് ഞാൻ വായിച്ചു നോക്കിയത് 3000 ഫോളോവേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വെറും 3000 ഫോളോവേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിൽ നിന്നാണ് ഇപ്പം 11,000 ഫോളോവേഴ്സ് എത്തി. ഇപ്പൊ ഈ സംഭവം നടന്നതിന് ശേഷം 11,000 ഫോളോവേഴ്സ് ആയി എന്നാ പറഞ്ഞത്. അപ്പം അതൊക്കെ എന്ന് പറയുമ്പം ഒത്തിരി ഫോളോവേഴ്സിനെ കൂട്ടുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നായിരിക്കും. ഒത്തിരി ഒരു സെലിബ്രിറ്റി ആകണം, ആൾക്കാരൊക്കെ വെളി വരുമ്പോൾ നമ്മളെ കണ്ട് ഒന്ന് വിലയിരുത്തണം. ഒരു 1-2 കല്യാണത്തിനും അതുപോലെ പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ഷംജിദ വരുന്നുണ്ട്, അപ്പൊ എല്ലാവർക്കും ഒരു ആഘോഷം അവിടെ നടക്കണം. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഒന്നുമില്ല. മൊബൈലില് ആരുടെയൊക്കെ കയ്യിലുണ്ടോ അവനെല്ലാം സെലിബ്രിറ്റിയാ. ഇന്ന് ലോകത്തില് കുഞ്ഞു മക്കൾ മുതൽ വലിയ പ്രായമായ മനുഷ്യര് വരെ ഈ ഷംജിദിനെ ഈ കേരളത്തിലല്ല, കേരളത്തിന് പുറത്തും ദുബൈയിലും ഖത്തറിലും ഇന്ന് അറേബ്യൻ രാജ്യങ്ങളിൽ വരെ അറിയപ്പെടാൻ തുടങ്ങി. എന്ത് ഫോളോവേഴ്സ് ഉണ്ടായിട്ടാണ്? വെറും 3000 ഫോളോവേഴ്സ് ഉള്ളായിരുന്നു. ഇപ്പൊ നോക്കുവാണെങ്കിൽ ഷംജിദയ്ക്ക് വെറും 11,000 ഫോളോവേഴ്സേ ഉള്ളൂ. സെലിബ്രിറ്റി ആയില്ലേ സെലിബ്രിറ്റി. ഇതാണ് പറയുന്ന മൊബൈല് എന്ന് പറയുന്ന ഒരു സാധനം ഇരുതല മൂർച്ചയുള്ള വാളിനെ കഴിഞ്ഞും ശക്തിയുള്ള സാധനമാണ്. ഇതെടുത്ത് പ്രയോഗിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കണം. പ്രായമുള്ള കാരണവന്മാര് മക്കളോട് പറഞ്ഞു കൊടുക്കണം, മക്കൾ ചെയ്യുന്ന എന്നാ നമ്മൾ അനലൈസ് ചെയ്യണം. കുറെയൊക്കെ മക്കളുടെ ആൾട്ടിറ്റ്യൂഡ് എന്താണ്, എങ്ങോട്ടാണ് പോകുന്നത്, അവരുടെ മൈൻഡ് ഏത് രീതിയിലാണ് സഞ്ചരിക്കുന്നത്, ഏതാണ് എങ്ങനെയാണ് അവരുടെ ഒരു മൊബൈലുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് ഏത് രീതിയിലാണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ടും അവരെ വാച്ച് ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ ഞാൻ പറയും ഷംജിദയുടെ ഈ കുറ്റത്തിന് ഒരു പരിധി വരെ ഒരു 50% വരെ മാതാപിതാക്കൾക്ക് പങ്കുണ്ടായി അതിനകത്ത്. കാരണം ഈ കൊച്ചിനെ നേരത്തെ പറഞ്ഞു മനസ്സിലാക്കി നല്ല രീതിയിൽ നടക്കണം, ഇതായിരിക്കണം നിന്റെ നല്ല നടപ്പ് എന്ന് പറഞ്ഞാൽ പ്രത്യേകം മുസ്ലിമാണ്. കാരണം വെളിയിൽ വരുമ്പോ ഇന്നിപ്പം ഡോക്ടർ അലോകേഷ് ആണോ അങ്ങോട്ട് പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ വരുമ്പം പർദ്ദയിട്ട് നല്ല മാന്യമായി നടക്കുക, വെളിയിലേക്ക് പോകുമ്പോഴത്തേനും മറ്റൊരു രീതിയിലേക്ക് മുടിയൊക്കെ നല്ല കളർ ചെയ്ത് പർദ്ദയെല്ലാം ഊരി എറിഞ്ഞ് വെറും അല്പവസ്ത്രധാരിയായിട്ട് നടക്കുന്ന ഒരു രീതിയാണ്. അപ്പൊ അതൊക്കെ നമ്മൾ കാരണവന്മാർ കണ്ടു പഠിക്കണം. ഏതൊക്കെ രീതിയിലാണ് പോകുന്നത്, ഇവരുടെ സ്വഭാവ രീതി ഏത് രീതിയിലാണെന്നുള്ളത് നമ്മൾ കണ്ടു പഠിക്കേണ്ടത് നമ്മുടെ കാരണവന്മാരുടെ കൂടെ ചുമതലയാണ്. മക്കളിപ്പം വീട്ടിൽ വന്ന് നിൽക്കുന്ന ഒരാൾ ഇപ്പം ഞാൻ പറയാം കല്യാണം കഴിഞ്ഞു, അവര് വേർപിരിഞ്ഞ് 6 മാസമായി ജീവിക്കുന്നതെങ്കിൽ തന്നെ വീട്ടിൽ വന്ന് നിൽക്കുമ്പം അവളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതും അവൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ടതും ഈ കാരണവന്മാരുടെ കഴിവാണ്. കാരണവന്മാരുടെ കാരണവന്മാരുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട കാര്യമാണത് തീർച്ചയായിട്ടും. അതുകൊണ്ട് 50% വരെ ഞാൻ അവരുടെ കാരണവന്മാർക്ക് അതിൽ കുറ്റം ഞാൻ ചാർത്തുന്നുണ്ട് തീർച്ചയായിട്ടും. നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. വികാരഭരിതനായിട്ടൊന്നും പറയുമല്ല, അറിവിലേക്ക് വേണ്ടിയിട്ട് വീണ്ടും ഇങ്ങനെയുള്ള തെറ്റ് കുറ്റങ്ങൾ ആവർത്തിക്കാതിരിക്കപ്പെടട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ. ലവ് യു ഓൾ.